ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നാട്ടിലെ ഏകദേശം ലീവെല്ലാം കഴിയാറായി, തിരിച്ചു പോകാനുള്ള ടൈമായി. അപ്പോൾ അതിൻ്റെ ഓട്ടപ്പാച്ചിലും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോകുന്നതും ബാക്കി ബാലൻസുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നതാണ്. അപ്പോൾ നേരെ എൻ്റെ തല മുഴുവൻ ഡാൻഡ്രഫ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് പോയിട്ട് ഒരു ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും മുടിയിൽ ചെയ്യണം ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഒലിക്സിൽ, നമ്മുടെ ആറ്റിങ്ങിലുള്ള ഒലിക്സിലാണ് ഞാൻ പോയത്. അവിടെ ഞാൻ എല്ലാ തവണ വന്നാലും ഞാൻ അവിടെ പോകുന്നത്. എനിക്ക് അവിടെ ഭയങ്കര കംഫർട്ടബിളാണ്. അതുപോലെ ഭയങ്കര കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് ഭയങ്കര നൈസാണ് അവർ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് ഷോയൊക്കെ ഇറക്കി. അവരെൻ്റെ തലമുടിയിൽ എന്തൊക്കെയോ ചെയ്തു, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. അവസാനം ഫൈനൽ ലുക്ക് നന്നായിരുന്നു. അപ്പോൾ വിശന്നിട്ടാണ് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരെനിക്ക് ലൈം ജ്യൂസും ഫുഡും ഒക്കെ വാങ്ങിച്ചു തന്നതിന് വിശന്ന് അവിടെ നിന്ന് ചാവണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പിന്നെ ഇത് ഞാൻ തലയിലെ ക്രീം അവർ തേച്ച് തന്നിട്ട് ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ എനിക്കിഷ്ടമായി. കളറിങ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ തവണ വന്നപ്പോൾ ചെയ്തു. ഇപ്പോൾ ഫൈനൽ ലുക്ക് ഇതായിരുന്നു. എൻ്റെ മുടി ഭയങ്കര ഡ്രൈ ആയിരുന്നു, ഭയങ്കര സോഫ്റ്റായിട്ട്. അവർ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഭയങ്കര സോഫ്റ്റായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു. മുടി കാണാനും നമുക്ക് മുടി തൊടുമ്പോൾ തന്നെ ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യായിരുന്നു. അതിനുശേഷം നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി കേട്ടോ. കാര്യം എനിക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നേരെ ശ്രീകാര്യത്തുള്ള സ്റ്റുഡിയോയിലാണ് ഞാനും അലിയിലേയും കൂടിയാണ് പോയത്. അവിടെ ചെന്നിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്ര ഭയങ്കര കളക്ഷനൊന്നും ഉള്ളതുപോലെ തോന്നിയില്ല. കാര്യം സ്റ്റുഡിയോയിൽ കഴിഞ്ഞ തവണയൊക്കെ പോയപ്പം എനിക്ക് ഒരുപാട് നല്ല കളക്ഷൻസ് കിട്ടി. പക്ഷേ അത് ഞാൻ പോയത് കേശവദാസപുരത്ത് എങ്ങാണ്ട് ഉള്ളതായിരുന്നു, ഇത് ശ്രീകാര്യത്തുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അവിടുത്തത്. അതുകൊണ്ട് വലുതായിട്ട് അവിടെ നിന്ന് കറങ്ങാതെ ഞാനും അവളും കൂടെ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ബില്ല് ചെയ്ത് കുറച്ച് 1-2 സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ബില്ല് ചെയ്ത് എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ ലുലുവിലേക്ക് പോയി. ലുലുവിൽ പോയിട്ട് കുറച്ചൊന്ന് കറങ്ങി എന്തെങ്കിലുമൊക്കെ നല്ലത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കിട്ടും എന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ലുലുവിലേക്ക് പോയി കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്കും ഭയങ്കര വിശപ്പായി. പിന്നെ ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കും ഒന്നും ഒരു മൈൻഡ് ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ വിചാരിച്ച് ഫുഡ് കഴിക്കാതെ, ഞാൻ അവളോട് ചിരിക്കാൻ പറയുന്നത്, അവൾക്ക് ചിരിക്കാൻ ഭയങ്കര മടിയാട്ടോ വീഡിയോയിൽ. അപ്പം ഞാൻ അവളും കൂടി കുറച്ച് നേരമൊക്കെ അവിടെ കറങ്ങി നടന്നിട്ട് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. പാരഗണിൽ പോയിട്ട് ഒരു ബിരിയാണി കഴിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അവിടുത്തെ ക്യൂ കണ്ടപ്പോഴത്തേക്ക്, പിന്നെ അവിടുത്തെ തിരക്കും കണ്ടപ്പം പിന്നെ അങ്ങോട്ടേക്ക് കയറാനേ തോന്നിയില്ല. ഞങ്ങൾ ഈ തലപ്പാക്കട്ടി ബിരിയാണി അത് ഓർഡർ ചെയ്ത് 2 ലൈം ജ്യൂസും ഓർഡർ ചെയ്ത് കഴിച്ചു. അതിനുശേഷം വിശപ്പ് അങ്ങോട്ട് അടങ്ങിയില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ഡൊമിനോസിൻ്റെ ഒരു പിസ്സയും അതുപോലെ മൊമോസും വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. അതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നടക്കാനൊന്നും വയ്യായിരുന്നു. അങ്ങനെ നേരെ ഞാനും അവളും കൂടി തിരിച്ചിങ്ങ് പോന്നു. വൈകിട്ട് എനിക്ക് ശരിക്കും ഒരു ഉത്സവത്തിന് പോകണമായിരുന്നു കേട്ടോ. ശരിക്കും ഈ സമയത്ത് ഉത്സവങ്ങളൊന്നും ഇല്ല. പക്ഷേ ദീപേഷിൻ്റെ വീട്ടിൻ്റെ അടുത്ത് മാടന്നട എന്ന് പറയുന്നൊരു ക്ഷേത്രത്തിൽ ജൂൺ മാസത്തിലാണ് ഉത്സവം കേട്ടോ. ഭയങ്കര ലൈറ്റിങ്ങും ഭയങ്കര പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ലൈറ്റ് കാണാനും ഉത്സവം കാണാനും ഒക്കെ ആയിട്ട് പോയിട്ട്, അതുകൊണ്ട് ഇത്തവണത്തെ ഉത്സവവും മിസ്സാവാതെ കിട്ടി. ഇതിങ്ങനെ എന്തോ ഈ എഴുന്നള്ളത്തിൻ്റെ കൂടെ വരുന്ന എന്തോ സംഭവമാണ്, ശിവൻ്റെ എന്തോ പരിപാടിയൊക്കെയാണ്, എനിക്കറിയത്തില്ല എന്താണെന്നൊന്നും. പക്ഷേ ആ സമയത്ത് ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഒരു മഴ വന്ന് ഞങ്ങൾ പിന്നെ കുട ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. നാട്ടിൽ നല്ല മഴയുള്ള സമയമായിരുന്നല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കുടയൊക്കെ പിടിച്ച് നിന്ന് ഇവരുടെ തീയെല്ലാം കെട്ടുപോയി. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടിയൊക്കെ നിന്ന് എഴുന്നള്ളത്തൊക്കെ കണ്ടിട്ട് നേരെ അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിള്ളേർക്കൊക്കെ കല്യാണിക്കൊക്കെ ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് കല്യാണി ഇങ്ങനെ ഉത്സവവും ഇങ്ങനെയൊക്കെയുള്ള തിരക്കും കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. ഇനിയിപ്പോൾ നാളത്തേക്കുള്ള പ്ലാനിങ് എന്താണെന്നൊക്കെ ഞാൻ ആലോചിക്കണം. കാര്യം കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. കുറച്ച് ദിവസങ്ങൾ മീൻസ് ഇനി വിരലിൽ എണ്ണാവുന്ന 1-2 ദിവസമേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നാളത്തേക്കുള്ള പരിപാടി എന്താണ്. അപ്പം നാളെ രാവിലെ എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ബലി ഇടാൻ വേണ്ടിയിട്ട് പോകണം. അച്ഛൻ ആണ്ട് ബലി ഇട്ടിട്ട് തിരിച്ച് പോരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ രാവിലെ അതിന് വേണ്ടിയിട്ട് റെഡിയായി. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് ചെന്നു കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മാമൻ്റെ കൂടെയാണ് ഞാൻ പോയിട്ട് ബലിയിടാനായിട്ട് പോകാനായിട്ട് വിചാരിച്ചത്. ഇത് ഞങ്ങളുടെ അവിടെ ബൈപ്പാസ് വരുന്നതിൻ്റെ സൈഡിലെ റോഡാണ് കേട്ടോ. എന്ത് രസമാണെന്നറിയാമോ അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പണ്ട് ഇതിൻ്റെ ഭംഗിയൊന്നും ഞാൻ ഇത്രയും ആസ്വദിച്ചിട്ടില്ല, പക്ഷേ ഇപ്പം ഭയങ്കര ഇത്. പിന്നെ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ഞങ്ങൾ നേരെ വർക്കല പാവനാശത്ത് പോയിട്ടാണ് ബലിയിട്ടത്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളൊരു 6 മണിക്ക് പോയിട്ട് ഒരു 9-9:30 മണിയായി തിരിച്ചു വന്നപ്പോൾ ഇതാണ് അവിടുത്തെ കൽമണ്ഡപം, അങ്ങനെ ബലിയിടുന്ന സ്ഥലം. അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് ആറ്റുകാൽ എന്ന് വെച്ചാൽ അന്നത്തെ ദിവസം തന്നെ നമുക്ക് പോകാൻ പറ്റത്തില്ല. പിറ്റേ ദിവസം എനിക്ക് ഒന്ന് ആറ്റുകാൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടോ. കാര്യം എല്ലാ തവണ വരുമ്പോഴും ഒന്നുകിൽ ആറ്റുകാൽ അല്ലെങ്കിൽ ഗുരുവായൂർ ഞാൻ മസ്റ്റായിട്ടും പോകുന്നതായിരുന്നു. പക്ഷേ ഇത്തവണ ഗുരുവായൂർ പോകാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ആറ്റുകാൽ മിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനും അലീലയും കൂടി വൈകിട്ട് ആറ്റുകാലിലേക്ക് ഇറങ്ങി കേട്ടോ.
നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ അമ്പലത്തിനകത്ത് വലിയ തിരക്കിലായിരുന്നു, റോഡിലായിരുന്നു നല്ല തിരക്ക്. അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞാൻ പറക്കി കെട്ടി, എനിക്ക് എറണാകുളത്ത് നിന്ന് കൊച്ചിയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്, പറക്കി കെട്ടി തിരിച്ച് പോന്നു. ഭയങ്കര വിഷമമായിരുന്നു. ഇത് ഞങ്ങൾ പോകുന്ന വഴിക്ക് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഇറങ്ങിയതാണ് കേട്ടോ. അതിന് ശേഷമുള്ള ഒരു വീഡിയോയും ഞാൻ എടുത്തിട്ടില്ല. കാര്യം മാനസികമായിട്ട് എടുക്കാനുള്ള ഒരു മൈൻഡ് ഒരു 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 സുഖമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നതോ എയർപോർട്ടിലതോ ഒന്നും എടുത്തിട്ടില്ല. തിരിച്ചിങ്ങ് പോന്നു. തിരിച്ച് കുവൈറ്റിലെത്തുമ്പം എനിക്ക് ഭയങ്കര വിഷമമായി പോയിട്ടോ. ഞാൻ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ. നേരെ വീട്ടിൽ വന്ന് വാതിൽ തുറന്ന് വീട്ടിൽ കയറി. വീട്ടിലെത്തിയതിന് ശേഷം കല്യാണി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവരിവിടെ വളർന്ന പിള്ളേരായതുകൊണ്ടായിരിക്കും അവർക്ക് ഇവിടെ എത്തുമ്പോഴാണ് ശ്വാസം വീഴുന്നത്. എന്തായാലും ഒരു വെക്കേഷൻ കൂടി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ യു.